ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ദൈവികമായ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. വിശേഷാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താണോ നിങ്ങളോട് പ്രീച്ച് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രൂവ് ചെയ്യും, അതിനെ തെളിയിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കന്യകയായ മറിയയ്ക്ക് ദൂതൻ്റെ പ്രത്യക്ഷത ഉണ്ടായത് നാം കാണുന്നു. വചനം ഇങ്ങനെ പറയുന്നു: 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളോട്, അടുക്കൽ ചെന്നിട്ട്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു വാക്യം, ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നുള്ളൂ. ഒരു വാക്യം മാത്രം നമുക്കെടുക്കാം. 30-ാമത്തെ വാക്യം: ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. The angel said to her, do not be afraid, Mary, for you have found favor with God. For you have found favor with God. നിനക്ക് ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരിക്കുകയാണ്. മറിയം, നിനക്ക് ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടായിരിക്കുകയാണ്. മറിയം, ദൈവത്തിൻ്റെ അനുകൂലത നിനക്ക് ഉണ്ടായിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ദൈവികമായ ഫേവർ, ഈ ദൈവികമായ അനുകൂലത മറിയം അനുഭവിക്കാൻ ഉള്ളതിൻ്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ ഈ ദൈവികമായ ഫേവറിൻ്റെ, ആ അനുകൂലതയുടെ, ആ ദൈവപ്രസാദത്തിൻ്റെ ആഴം എത്ര വലുതാണ്! ലോകത്തിൽ ഒരേ ഒരു സ്ത്രീക്ക് മാത്രം, ലോകത്തിൽ ഒരേ ഒരു വ്യക്തിക്ക് മാത്രം ലഭിച്ച മഹാഭാഗ്യം യേശുവിനെ പ്രസവിക്കുക, യേശുവിനെ ഉദരത്തിൽ വഹിക്കുക, ദൈവപുത്രനെ പ്രസവിക്കുവാനുള്ള ഭാഗ്യം, ദൈവപുത്രനെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ ചുമക്കുവാൻ ഉള്ള ഭാഗ്യം ഒരു സ്ത്രീകൾക്കും ലോകത്തിൽ ലഭിച്ചില്ല. അതൊരേ ഒരു സ്ത്രീക്ക് ലഭിച്ചുള്ളൂ. അത് മറിയയ്ക്ക് മാത്രമാണ് ആ ഫേവർ ഉണ്ടായത്. മറിയയ്ക്ക് ശേഷവും ഇനി ആർക്കും അത് ലഭിക്കില്ല. അവൾക്ക് മുൻപും ആർക്കും അത് ഉണ്ടായിട്ടില്ല. അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടായ, അവൾക്ക് മാത്രം ലഭിച്ച ഒരു ദൈവികമായ അനുകൂലത, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ. ഈ എപ്പിസോഡിലൂടെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി നമ്മെ കർത്താവ് പഠിപ്പിക്കുന്നു. ആകയാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേളിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേളിൽ വന്നാൽ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നിശ്ചയമായും നിങ്ങൾ വ്യത്യസ്തരാകും. മറിയത്തെ പോലെ വ്യത്യസ്തയായ ഒരു സ്ത്രീ ഉലകത്തിൽ ആരുണ്ട്? സ്ത്രീകളിൽ ജനിക്കപ്പെട്ടവളിൽ അവൾ അനുഗ്രഹപൂർണയായി മാറിയതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആ ഫേവർ അവളുടെ മേളിൽ, മറിയത്തിൻ്റെ മേളിൽ ഉണ്ടായതാണ്. നമുക്കറിയാം, അഹശ്വേരോശ് രാജാവിൻ്റെ ഭരണകാലത്ത് മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ എടുത്തു വളർത്തിയ ഒരു സഹോദരിയാണ് എസ്തേർ. എസ്തേർ അനാഥ പെൺകുട്ടിയായിരുന്നു.
അപ്പനും അമ്മയും ഇല്ലാതെ വളർന്നവൾ. ആമീൻ. മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ എടുത്തു വളർത്തിയ അനാഥയായ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാതെ വളർന്ന ഒരു വ്യക്തി എടുത്തു വളർത്തിയ ഒരു പെൺകുട്ടി, എടുത്തു വളർത്തപ്പെട്ട അഡോപ്റ്റ് ചെയ്ത ഒരു കുഞ്ഞിന് എന്തൊക്കെ പരിധികളും എന്തൊക്കെ പരിമിതികളുമുണ്ടോ അതൊക്കെയും എസ്തേറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ, എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം എസ്തേറിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടായിരുന്നു. അവളെ കാണുന്നവർക്കെല്ലാം അവളോട് പ്രീതി തോന്നി എന്ന് എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവളെ നോക്കുന്നവർക്കെല്ലാം അവളോട് അനുകൂലത തോന്നി. കാരണം ദൈവത്തിൻ്റെ ഫേവർ എസ്തേറിൻ്റെ മേളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അഹശ്വേരോശ് രാജാവ് ഒരിക്കൽ എസ്തേറിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ആ സമയത്ത് വസ്തി എന്നൊരു രാജ്ഞി അവിടെ ഉണ്ടായിരുന്നു. എസ്തേറിനെ കണ്ടപ്പോൾ രാജാവിന് അവളോട് ഫേവർ തോന്നി. അത് ദൈവത്തിൻ്റെ അനുകൂലതയാണ്. രാജാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി അവൾക്ക് നേരെ നീട്ടി എസ്തേറിനെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി മാറ്റി. നിലവിലൊരു രാജ്ഞി അവിടെ ഉണ്ടായിരുന്നു. അവളുടെ ചെയറിൽ നിന്ന് അവളെ മാറ്റിയിട്ട് എസ്തേറിനെ രാജ്ഞിയാക്കി. രാജ്ഞിയുടെ ചെയറിൽ ഇരിക്കുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, എസ്തേർ ആ ചെയറിലിരിക്കുമ്പോൾ ഒരു സന്ദേശം നമുക്ക് ആ ഒരു ചിത്രം തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആരോരുമില്ലാതെ വളർന്ന ഒരു അനാഥ പെൺകുട്ടിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു പദവിയിലാണ് ഇപ്പോൾ അവൾ ഇരിക്കുന്നത്. ഒരു രാജ്ഞി എന്ന് പറയുന്നത് ഷീ ഈസ് ദ ഫസ്റ്റ് ലേഡി ദെയർ. ആ രാജ്യത്തിലെ പ്രഥമ വനിതയാണ് അവൾ. അവൾക്കപ്പുറം, അവൾക്ക് മേളിൽ ഒരു സ്ത്രീകളുമില്ല. അവളോടൊപ്പം നിൽക്കുവാൻ മറ്റാരുമില്ല. ഒരു രാജ്ഞി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഫസ്റ്റ് ലേഡി അഥവാ പ്രഥമ വനിതയാണ്. ആർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത, ആർക്കും തട്ടിപ്പറിക്കുവാൻ കഴിയാത്ത, ആർക്കും മറികടക്കുവാൻ കഴിയാത്ത ഒരു പദവിയിൽ, ഒരു നന്മയിൽ എസ്തേറിനെ ദൈവം എത്തിച്ചു. കാരണം ദൈവത്തിൻ്റെ അനുകൂലത, ദൈവത്തിൻ്റെ ഫേവർ അവളുടെ മേളിൽ ഉണ്ടായിരുന്നു. അത് അധികാരികളിൽ നിന്ന് അവളുടെ മേളിൽ വെളിപ്പെട്ടു. ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട് ഞാൻ ഈ വചനത്തിൽ നിന്ന് പറയുന്നു, ദൈവത്തിൻ്റെ അനുകൂലത നിങ്ങളുടെ മേളിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേളിൽ വെളിപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകും എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഇപ്പോഴുള്ളതായ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. എന്നെ കാണുന്ന, കണ്ണുനീരോടെന്നെ ശ്രദ്ധിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പറയുന്നു, നിങ്ങളുടെ ഭവനത്തിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റും. നിങ്ങളുടെ തലമുറകളുടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ ദൈവം മാറ്റും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളുടെ, നിന്ദയുടെ, തകർച്ചയുടെ, പരിതാപത്തിൻ്റെ, പരാജയത്തിൻ്റെ അനുഭവങ്ങളെ, അവസ്ഥകളെ ദൈവം മാറ്റും. ദൈവത്തിൻ്റെ അനുകൂലത, ആ മറിയത്തിൻ്റെ മേളിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പ്രസാദം, ആ ഫേവർ നിങ്ങളുടെ മേളിലും വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവനാണ്. വാത്സല്യ ദൈവത്തിൻ്റെ മക്കളെ, ജോസഫിനെ സഹോദരങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. അവനെ തള്ളിക്കളഞ്ഞിരുന്നു. അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. മിസ്രൈമ്യർക്ക്, ഈജിപ്തിന് അവനെ അടിമയായി വിറ്റു. എന്നാൽ ദൈവത്തിൻ്റെ അനുകൂലത ജോസഫിൻ്റെ മേളിൽ ഉണ്ടായിരുന്നതിനാൽ അവനെ മിസ്രൈമിൻ്റെ, ഈജിപ്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി, മന്ത്രിയാക്കി ദൈവം ജോസഫിനെ ഉയർത്തി. കാരാഗ്രഹത്തിലും കൊട്ടാരത്തിലും എല്ലാ മേഖലകളിലും പ്രഥമ സ്ഥാനം ജോസഫ് വഹിക്കുവാനിടയായി. ദാനിയേൽ ദൈവത്തിൻ്റെ അനുകൂലത അനുഭവിച്ച മനുഷ്യനാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവം ദാനിയേലിന് ഷണ്ണാധിപൻ്റെ മുൻപിൽ ദയയും കരുണയും ലഭിക്കുവാനിട വരുത്തി. നൗ ഗോഡ് ഗ്രാൻഡഡ് ഡാനിയേൽ ഫേവർ ആൻഡ് കമ്പാഷൻ ഇൻ ദ സൈറ്റ് ഓഫ് ദി കമാൻഡർ ഓഫ് ദി ഒഫീഷ്യൽസ്. ഒഫീഷ്യൽസിൻ്റെ മുമ്പിൽ, കമാൻഡറിൻ്റെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ ദാനിയേലിന് ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായി, ദൈവത്തിൻ്റെ അനുകൂലതയുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദാനിയേൽ 1:8. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല, ഞാൻ പാപം ചെയ്യത്തില്ല,
ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും, ഞാൻ ദൈവകൃപയിൽ നിൽക്കും, ഞാൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളോട്, പാപത്തോട്, ലോകത്തിൻ്റെ സുഖങ്ങളോട് ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞാൻ ജീവൻ പോകേണ്ടി വന്നാലും രാജാവിൻ്റെ വീഞ്ഞുകൊണ്ടോ രാജഭോജനം കൊണ്ടോ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ലെന്ന് ദാനിയേൽ തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചപ്പോൾ, തൻ്റെ ഉള്ളത്തിൽ ഒരു തീരുമാനമെടുത്തപ്പോൾ അവൻ്റെ മേളിൽ ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോസഫ് വിശുദ്ധിയോടെ ജീവിക്കുവാൻ, പാപം ചെയ്യുവാനുള്ള അവസരങ്ങൾ തൻ്റെ മുമ്പിൽ വന്നിട്ടും വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ദൈവമുൻപാകെ പാപം ചെയ്യുവാൻ ഇടവരരുതേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയ ജോസഫിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ അനുകൂലത, ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായി. യൗവനപ്രായത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച, ദൈവകൃപയിൽ നിന്ന കന്യകയായ മറിയത്തിന് ദൈവത്തിൻ്റെ അനുകൂലതയുണ്ടായി. ദൈവത്തിൻ്റെ അനുകൂലത, ദൈവത്തിൻ്റെ ഫേവർ അവൻ വെളിപ്പെടുത്തുന്നത് നിശ്ചയമായും അവൻ്റെ കൃപയാണ്, അവൻ്റെ മനസ്സലിവാണ്, അവൻ്റെ ദയയാണ്. മറുഭാഗത്ത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുൻപിൽ നാം നീതിയോടെ ജീവിക്കുവാൻ, വിശ്വസ്തയോടെ ജീവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ആ നീതിബോധത്തിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ അനുകൂലത നമ്മളിൽ വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരും. വാസ്തവത്തിൽ മറിയയുടെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ദൂതൻ പെട്ടെന്ന് പറഞ്ഞത്, ആൻഡ് ഏഞ്ചൽ സെഡ് ടു ഹർ, ഡു നോട്ട് ബി അഫ്രൈഡ്. മറിയം, നീ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടായിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ, സാമ്പത്തിക വിഷയത്തിലോ മാനസിക മേഖലകളിലോ ശാരീരികമായ ആരോഗ്യപരമായ വിഷയങ്ങളിലോ, മക്കളോടുള്ള ബന്ധത്തിലോ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിലോ, ഏതെങ്കിലും നിയമമായി, അധികാരങ്ങളുമായി, റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും കാര്യത്തിൽ ഭയപ്പെട്ട് അല്ലെങ്കിൽ ആകുലതയോടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഡു നോട്ട് ബി അഫ്രൈഡ്. ഭയപ്പെടേണ്ട, ഒരു കാരണവശാലും പേടിക്കേണ്ട. ദൈവത്തിൻ്റെ അനുകൂലത, ദൈവത്തിൻ്റെ ഫേവർ ആ വിഷയത്തിൽ ദൈവം വെളിപ്പെടുത്തും. ഇങ്ങനൊരു പ്രോമിസ് മറിയത്തിന് ലഭിച്ചപ്പോൾ മറിയം ദൂതനോട് പറഞ്ഞു, ഞാൻ അവിവാഹിതയാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് ഈ ലോകത്തിലെ ഒരു പുരുഷന്മാരുമായും യാതൊരു ബന്ധവുമില്ല, പിന്നെ എങ്ങനെ എന്നിലൊരു കുഞ്ഞുണ്ടാകും? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ നടക്കും? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ബ്രദറെ, പാസ്റ്ററെ, നിങ്ങൾ പറയുന്നു വഴി തുറക്കും, ദൈവം അനുകൂലമായിരിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും, സാഹചര്യമൊക്കെ മാറും. ശരിയാണ്, പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? ഇതിനകത്ത് എങ്ങനെ ഒരു മാറ്റമുണ്ടാകും? ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരു മറുപടി ഇവിടെ ദൂതൻ കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ലൂക്കോസ് 1:37 ദൂതൻ പറയുന്നു, ഫോർ നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗാഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. എത്ര പേർ ഈ പ്രോഗ്രാം കാണുന്നവർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യം അല്ലെന്ന്? യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യെശയ്യാ 59:1 ബൈബിൾ പറയുന്നു, രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവൻ്റെ കാതുകൾ മന്ദമായി പോയിട്ടില്ല. പ്രിയപ്പെട്ട ദൈവപൈതലേ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. തൻ്റെ പരിശുദ്ധാത്മാവിനെ, തൻ്റെ ശക്തിയെ നിങ്ങളുടെ മേൽ പകർന്ന്, നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന, നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ വിഷയത്തെ എൻ്റെ ദൈവം സാധ്യമാക്കി തീർക്കും. എൻ്റെ ദൈവം അതിനകത്ത് ഒരത്ഭുതം ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുക, എൻ്റെ തലമുറയുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, എൻ്റെ മൂത്ത മകൻ്റെ മേൽ, എൻ്റെ മൂത്ത മകളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, എൻ്റെ ഇളയ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, എൻ്റെ ഭർത്താവിൻ്റെ മേൽ, എൻ്റെ ഭാര്യയുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, എൻ്റെ സഹോദരങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. ഞാൻ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയുടെ മേൽ, ആ വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വിഷയത്തിൽ വന്നാൽ അസാധ്യങ്ങൾ സാധ്യമാകും. ഭൂമി പാഴും ശൂന്യവും ഇരുട്ടുമായിരുന്നു, എന്നാൽ വെള്ളത്തിനു മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ഈ ഭൂമിയിൽ സകലതും ദൈവത്തിൻ്റെ വാക്കിനാൽ ഉളവാകുവാനിടയായി.
എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. അടുത്ത വാക്യത്തിൽ ദൂതൻ മറിയോട് പറയുകയാണ്, അവന് യേശു എന്ന പേർ വിളിക്കണം, അവൻ വലിയവനാകും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഒരു വലിയ പ്രോമിസ്, ഒരു വലിയ വാഗ്ദത്തം മറിയത്തിന് ദൂതൻ കൊടുക്കുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ അനുകൂലത അവൾക്കുണ്ടായി. ദൈവം നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ ഉറപ്പാണ് അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നാം അനുഭവിച്ചിരിക്കും. അവൻ നമ്മളോട് പറയുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നാം കണ്ടിരിക്കും. ഈ എപ്പിസോഡിലൂടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ചിലരോട് പറയുന്നു, നിങ്ങളുടെ കാതിൽ നിങ്ങൾ കേട്ട എല്ലാ ദൈവത്തിൻ്റെ ആലോചനകളും വാഗ്ദത്തങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങളുടെ കൈ നീട്ടി നിങ്ങളത് തൊട്ടിരിക്കും, നിങ്ങളതിൽ പ്രവേശിച്ചിരിക്കും. ഹന്ന ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏലി പുരോഹിതൻ അവളെ കളിയാക്കി. അവൾ വീഞ്ഞു കുടിച്ചിട്ട് പിറുപിറുക്കുന്നു, എന്തൊക്കെയോ പറയുന്നെന്ന് ഏലി അവളെ കളിയാക്കി സംസാരിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഈ ഹന്ന താൻ പ്രാർത്ഥിച്ച് പ്രാപിച്ച പൈതലുമായി, ശമൂവേലുമായി ഈ ആലയത്തിൽ വരുമ്പോൾ ഹന്ന ഈ പുരോഹിതനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പുരോഹിതനെ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാനാണ് ഈ ആലയത്തിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചവൾ. ഈ ബാലകനായിട്ടായിരുന്നു ഞാൻ ദൈവത്തോട് കരഞ്ഞത്. ഞാൻ എന്താണോ എൻ്റെ പ്രാർത്ഥനാമുറിയിൽ കണ്ട് കരഞ്ഞത്, ഞാൻ എന്താണോ എൻ്റെ പ്രാർത്ഥനാമുറിയിൽ വിശ്വാസത്താൽ കണ്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചത്, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥനയുടെ മറുപടിയാണ്. എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരെ, പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ പ്രാർത്ഥിച്ചതിനെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിടുതലായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക വിഷയമായിരിക്കാം, നിങ്ങളുടെ ആരോഗ്യമായിരിക്കാം. നിന്ദകൾ കേട്ട് മനസ്സ് മടുത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരനുഭവത്തിലായിരിക്കാം നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. ഒരു വൃക്ഷത്തിൻ്റെ കുറ്റി മുറിച്ച് കളയുമ്പോൾ അടുത്ത മഴയിൽ അത് പൊട്ടിക്കിളിർക്കുന്നത് പോലെ ഒരു കിളിർപ്പ്, ഒരു തളിർപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും. ദൈവത്തിൻ്റെ ആ വലിയ ഫേവർ, ദൈവത്തിൻ്റെ വലിയ അനുകൂലത മറിയം അനുഭവിച്ചത്, ജോസഫ് അനുഭവിച്ച ഫേവർ, ഡാനിയേൽ അനുഭവിച്ച ഫേവർ, എസ്തേർ അനുഭവിച്ചതായ ആ ഫേവർ നിങ്ങളുടെ മേളിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേളിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ കവിഞ്ഞൊഴുകുവാൻ ഇടയാകും. എത്തിക്കാൻ പോകുന്നു. നിങ്ങൾ കണ്ട അത്ഭുത സൗഖ്യങ്ങൾ, നിങ്ങൾ കേട്ട അത്ഭുതകരമായ വിടുതലുകൾ ദൈവത്തിൻ്റെ അത്ഭുതകരത്താൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു ക്രിസ്തുവിനാൽ സംഭവിച്ചതാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ അനുകൂലത നിങ്ങളുടെ മേളിൽ വെളിപ്പെടാനാണ്. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, അവൻ്റെ കൊമ്പുകൾ മതിലിൻ്റെ മേളിൽ പടർന്നിരിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. സഹോദരന്മാർ അവന് കെട്ടിയ മതിലിന് മുകളിലൂടെ അവൻ പടർന്നു. അവൻ്റെ മുമ്പിലുള്ള എല്ലാ ഫെൻസുകളെയും മതിലുകളെയും അവൻ അതിജീവിച്ചു. അതിൻ്റെ മുകളിലൂടെ അവൻ പടരാനിടയായി. ശത്രുവും മനുഷ്യനും പിശാചും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചില അതിർവരമ്പുകളെ, ചില ബൗണ്ടറികളെ, ചില മതിലുകളെ, ചില ഫെൻസുകളെ ഭേദിച്ച് അതിൻ്റെ മുകളിലൂടെ ജോസഫിനെ പോലെ ഫലപ്രദമായൊരു വൃക്ഷമായി പടരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോവുക. ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവരേത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, ഇപ്പോൾ നിൻ്റെ അനുകൂലത, നിൻ്റെ അത്ഭുതത്തിൻ്റെ കരം, ആ വിടുവിക്കുന്ന കരം അവരെ സ്പർശിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ തന്നെ അവരുടെ മേൽ സംഭവിക്കട്ടെ. ഇപ്പോൾ ചില സൗഖ്യങ്ങൾ അവരുടെ മേൽ ഉണ്ടാകട്ടെ കർത്താവേ. ഉദരസംബന്ധമായ ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്പോണ്ടിലൈസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ തലവേദന ഇപ്പോൾ യേശുവിൻ നാമത്തിൽ മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം ആ വ്യക്തിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ. ദൈവത്തിൻ്റെ അനുകൂലത അവരുടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവെ, വിവാഹം കഴിഞ്ഞിട്ട്
വർഷങ്ങളായിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾ എന്നെ കാണുന്നുണ്ട് കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് തലമുറകളെ കൊടുത്ത് സ്വർഗം മാനിക്കണമേ. അബ്രഹാമിൻ്റെയും സാറയുടെയും ദൈവമേ, അബ്രഹാമിനും സാറയ്ക്കും വേണ്ടി പ്രവർത്തിച്ച കർത്താവെ, എലിസബത്തിനും സക്കരിയാവിനും വേണ്ടി പ്രവർത്തിച്ച കർത്താവെ, ലേയുടെ ഗർഭത്തെ തുറന്ന സ്വർഗമേ, യേശുവിൻ നാമത്തിൽ അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.